കാട്ടാന ഭീതിയിൽ കഴിയുന്ന മലപ്പുറം കോവിലകത്തുമുറി പ്രദേശവാസികൾക്ക് ആശ്വാസമായി വനംവകുപ്പിന്റെ ഇടപെടൽ. പ്രദേശത്ത് രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെ നടത്തുമെന്ന് അധികൃതർ പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. കാട്ടാന ഭീതി കൂടുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെ നടത്താമെന്ന് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസർ അനീഷ സിദ്ദിഖ് ഉറപ്പു നൽകിയത്. സ്ഥിരമായി കോവിലകത്തുമുറി ഭാഗത്തെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തുന്ന സാഹചര്യത്തിൽ ഇവയെ കാടുകയറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അനീഷ സിദ്ദിഖ് പറഞ്ഞു. നിലമ്പൂർ റേഞ്ചിലെ പനയങ്കോട് സെക്ഷനിലെ സ്റ്റാഫും RRT ടീമും നിലവിൽ ഈ ഒരാഴ്ച സ്ഥിരമായിട്ട് പെട്രോളിംഗ് നടത്തുകയും ബാക്കി ആനയെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. ജനങ്ങളുടെ സുരക്ഷയും കൂടെ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പം ആദ്യത്തെ ഒരാഴ്ച നമുക്ക് ഡ്രൈവ് ചെയ്ത് RRTയുടെയും കൂടെ നേതൃത്വത്തിൽ ആനയെ ഡ്രൈവ് ചെയ്ത് നോക്കാം. തുടർന്നും പരിഹാരമായില്ലെങ്കിൽ ഇതിനെ ഡ്രൈവ് ചെയ്ത് പുഴയ്ക്കപ്പുറത്തേക്ക് കടത്തുന്ന നടപടി സ്വീകരിക്കുന്നതാണ്. ജനവാസ മേഖലയിലടക്കം കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ നഗരസഭയെ ആശങ്കയറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത്. എന്തായാലും ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇന്നും നാളെയുമായിട്ട് RRT അവിടെ ക്യാമ്പ് ചെയ്യാനും ഞങ്ങൾ ആവശ്യം എന്ന് പറയുന്നത് അവരെ ഈ ആനകളെ തുരത്തുക എന്നുള്ളതാണ്. ഇവിടുന്ന് തുരത്തി ഡ്രൈവ് നടത്തി നമുക്ക് കാട്ടിലേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എടക്കോട് വഴി 3000 വനമേഖലയിൽ കൂടി 12000 വനമേഖലയിലേക്ക് ആനകളെ കയറ്റി വിടണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. എന്തായാലും ജനങ്ങൾ ഇറങ്ങി നടക്കുന്നതും അതുപോലെ തന്നെ അസമയത്ത് കാടിന്റെ ഏരിയയിലും അതുപോലെ തന്നെ നമ്മളെ വീട്ടുമുറ്റത്താണെങ്കിലും ഇരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാട്ടാന ശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ കഴിയുന്നത് ആശങ്കയിലാണെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ശാശ്വത പരിഹാരം വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ആന കയറി വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഫോറസ്റ്റ് ഭാഗത്തു നിന്നാണ് ആന കണ്ടത്. ആന നമ്മളെ കണ്ടോടുകൂടി ആന ചിഹ്നം വിളിച്ച് ആകെ ഒരു ഭീതിജനകമായ സംഭവം സൃഷ്ടിച്ച് ഭാഗ്യം കൊണ്ടാണ് അവിടെ രക്ഷപ്പെട്ടത്. മിനിഞ്ഞാന്ന് 2 ദിവസം മുന്നെയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശ്മശാനത്ത് ചുറ്റുമതിൽ ആന തകർത്തിട്ടുള്ളത്. ആ ചുറ്റുപാടത്തുള്ള കൃഷിനാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ചുറ്റുമതിൽ നിർമ്മാണം വേഗം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഫെൻസിങ്ങിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിലവിൽ ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താനാണ് വനം വകുപ്പിന്റെ നീക്കം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.